ഇന്നലെ സോഷ്യൽ മീഡിയയിൽ എന്റെ ഒരു സുഹൃത്ത് ബിനു പഴയച്ചിറ പോസ്റ്റ് ചെയ്തൊരു കുറിപ്പാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. മാർ ജോർജ് കൂവക്കാട്ടിന്റെ കർദിനാൾ സ്ഥാനാരോഹണത്തിന്റെ പിറ്റേ ദിവസം വിശുദ്ധ കുർബാന നടന്ന വത്തിക്കാൻ ചത്വരത്തിന് പുറത്തുവെച്ച് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര സിറോ മലബാർ സഭയിലെ കർദിനാൾമാരും മെത്രാപ്പോലിത്തമാരും ബെത്രാന്മാരും വൈദികരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ സിറോ മലബാർ സഭയുടെ തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് മാർപ്പാപ്പ അർപ്പിക്കുന്ന ലത്തീൻ സഭയുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച് ഏഷ്യാനെറ്റിന്റെ പ്രത്യേക പ്രതിനിധിയായി ചടങ്ങുകൾ റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്ന വിനു വി ജോണോടാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത്. സിറോ മലബാർ സഭയിലെ മെത്രാന്മാർക്കിടയിലെ കിടമത്സരത്തിന്റെ വേറൊരു ഭാഗമാണ് ഓരോ നാട്ടുരാജ്യങ്ങളായി മാറിയിരിക്കുന്ന രൂപതകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന തിരുവസ്ത്രത്തിന്റെ ഈ വ്യത്യാസങ്ങളെല്ലാം. സഭയുടെ സൂനഹദോസ് പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുമതിയോട് കൂടി വ്യക്തമായ രൂപവും ഭാവവും സിറോ മലബാർ സഭയിലെ ദേവാലയ ഘടനയ്ക്കും തിരുവസ്ത്രങ്ങൾക്കും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെയൊക്കെ സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്താമോ എന്ന് ചിന്തിക്കുന്ന സഭയിലെ ഒരു വിഭാഗം മെത്രാന്മാർ തന്നെയാണ് ഇത്തരം നെറുകെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോസ്തോലന്മാരുടെ കൂട്ടായ്മയുടെ ഇന്നത്തെ പ്രതീകാത്മകമായ അവസ്ഥയാണ് മെത്രാന്മാരുടെ സംഘാതാത്മകത അഥവാ കൊളീജിയാലിറ്റി. സിറോ മലബാർ സഭയ്ക്ക് ഇത് കൈമോശം വന്നിരിക്കുന്നു. സിറോ മലബാർ സഭ ആഗോള കത്തോലിക്ക സഭയിൽ രണ്ടാമത്തെ വലിയ സഭയായി മാറുകയും സഭയുടെ ശുശ്രൂഷ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സഭയിലെ മെത്രാന്മാർക്ക് അത്തരമൊരു ബോധ്യം അവരുടെ തലയിൽ കയറിയിട്ടില്ല. സംഘാതാത്മകതയിൽ ഉടുതുണിയിൽ എങ്കിലും ഒരു യോജിപ്പിലേക്ക് നിങ്ങൾ എത്തേണ്ടതാണ്. സഭ നിഷ്കർഷിച്ച തിരുവസ്ത്രങ്ങൾ ഉപയോഗിക്കാതെ അപമാനിച്ച മെത്രാന്മാരുടെ ലീലാവിലാസങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. സിറോ മലബാർ സഭയുടെ കൂട്ടായ്മയെ ഉടുതുണിയിലെങ്കിലും ഒന്നാക്കാൻ പരിശ്രമിക്കണമെന്നേ പറയുവാനുള്ളൂ.